ഇനി ഇടുക്കിയിലേക്കാണ്. ഇടുക്കി വട്ടവടയിൽ ഇന്ന് BJP ഹർത്താലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ LDF പ്രവർത്തകർ BJP പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. വട്ടവട ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ BJP കള്ളവോട്ട് ആരോപിച്ചതിന് പിന്നാലെ LDF പ്രവർത്തകർ BJP പ്രവർത്തകരെ മർദ്ദിച്ചിരുന്നു. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട്. സുബിൻ, ഇടുക്കിയിൽ ഇന്ന് ഹർത്താലാണ്. CPM-ന്റെ അതിക്രമ രാഷ്ട്രീയം, അതിന്റെ ഏറ്റവും ഒടുവിൽ തെളിവാണ് ഇന്നലത്തെ കള്ളവോട്ട് ആരോപണം BJP ഉന്നയിച്ചപ്പോൾ CPM നടത്തിയ അക്രമം. ഇന്നത്തെ ഹർത്താൽ എങ്ങനെയാണ്? സ്ഥിതി ശാന്തമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിൽ വട്ടവട ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാവിലെ 9 മണി മുതൽ തന്നെ വട്ടവട പഞ്ചായത്തിൽ ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ BJP പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് ഈ വട്ടവട മേഖലയിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ ഹർത്താൽ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ടൂറിസ്റ്റ് വാഹനങ്ങളും മറ്റ് ടാക്സി വാഹനങ്ങളും ജീപ്പ് സവാരിയും എല്ലാം തന്നെ അവിടെ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിൽ BJP ഈ വട്ടവട ഗ്രാമപഞ്ചായത്ത് കടവരി 3-ാം വാർഡിൽ ഈ ഒരു കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് CPIയുടെ നേതാവായിട്ടുള്ള CPIയുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള രാമരാജിന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ അതിക്രമം അഴിച്ചുവിടുന്നത്. ഈ ആക്രമണത്തിൽ ഈ BJP സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിരുന്ന പാണ്ഡി, ലോകറാണി എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ആദ്യഘട്ടത്തിൽ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു പരാതിയും BJP പ്രവർത്തകർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പ്രധാനമായും കഴിഞ്ഞ 15 വർഷമായി BJP ഈ വാർഡിൽ, അതായത് കടവരിയിലെ 3-ാം വാർഡിൽ CPI എതിരില്ലാതെ മത്സരിച്ച് വിജയിച്ചിരുന്ന ഒരു വാർഡാണ്. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെയും അവർ നിർത്തിയിരുന്നില്ല, അല്ലെങ്കിൽ നിർത്താൻ അനുവദിച്ചിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ CPI നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷമായി ഈ വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥി എത്തിയിരുന്നതുമില്ല. ഇതേ തുടർന്നാണ് ഈ തവണ ആദ്യമായി BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. ചിലന്തിയാറിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിന്നിരുന്നത്. പക്ഷേ അതിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഈ CPI നേതാക്കൾ പ്രകോപിതരായിരുന്നു. അതായത് LDF പ്രവർത്തകരെല്ലാം തന്നെ പ്രകോപിതരായിരുന്നു. ഇത് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം പല രീതിയിൽ നടന്നു. പിന്തിരിയുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ്, അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി മണത്തതോടുകൂടിയാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവണതയിലേക്ക് CPI എത്തിയത് എന്നുള്ള ആരോപണം എന്തായാലും BJP മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വട്ടവടയെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും നാളുകളായി BJP വലിയ രീതിയിൽ ശക്തി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വട്ടവട ഗ്രാമപഞ്ചായത്ത് കൂടുതൽ ആളുകൾ BJPയുടെ ഭാഗമാകുന്നു. BJP പ്രവർത്തകർ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് കൂടുതൽ ആളുകൾ BJPയിലേക്ക് ചേരുന്നു. അത്തരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ LDFന്റെയും UDFന്റെയും എല്ലാം തന്നെ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും CPM-ന്റെയും CPIയുടെയും എല്ലാം തന്നെ പ്രവർത്തകർ വരുന്നതിൽ വലിയ രീതിയിലൊരു പ്രകോപനം അവിടെ, അല്ലെങ്കിൽ ആളുകൾ ഈ മുന്നണികൾ വലിയ ആശങ്കയിലായിരുന്നു. അതിന്റെ ഒരു പരിണിത ഫലം, അല്ലെങ്കിൽ അവസാനം എന്നോണമാണ് ഇത്തരത്തിലൊരു അതിക്രമം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ വട്ടവട മേഖലയിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഇടുക്കിയിൽ നിന്ന് ഹർത്താലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.